11.5% എന്ന് പറഞ്ഞിട്ട് 17 ഫെബ്രുവരിയിൽ കണ്ടെയ്ൻ ചെയ്ത് എന്ന് പറഞ്ഞു. പിന്നീട് മാർച്ച് ആകുമ്പോഴത്തേക്ക് സിംഗിൾ ഡിജിറ്റിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിരുന്നാൽ തന്നെയും ഇതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ദ്വീപുകൾ തമ്മിലുള്ള ഒരു പാലം പണിയുന്ന ബജറ്റാണ് ഞാൻ പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അടുത്ത 1/4/2012 തൊട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ടാക്സ് കോഡ് എന്തായാലും വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മുൻപേറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പല സംഗതികളെയും ബന്ധിപ്പിക്കുന്ന ഒരു എക്സസൈസാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് ഉണ്ട്. ഇപ്പോൾ ആദായ നികുതി നിരക്കുകളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ് ആയിട്ട് തന്നെ DTCയിൽ പറഞ്ഞിട്ടുണ്ട്, ജെൻഡർ ബഡ്ജറ്റിംഗ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും തുല്യമായിട്ട് 2 ലക്ഷം രൂപ വരെ വനിതകൾക്കുള്ള പ്രത്യേക പരിഗണനയൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് സീനിയർ സിറ്റിസൺസിന് മാത്രം ഒരു 10,000 രൂപ കൂട്ടി, പുരുഷന്മാർക്ക് 2 ലക്ഷം, സ്ത്രീകൾക്കും 2 ലക്ഷം എന്നുള്ള ആ ഒരു കൺസ്ട്രെയിൻ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതിലോട്ട് എത്തിപ്പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതിൽ കൂടുതൽ ഇപ്പോഴത്തെ റേറ്റ് വെച്ചുള്ള ഇൻക്രീസ് വിവേചനം കൊടുത്തിരുന്നുവെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ കൂടുതൽ പോകുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഒരു 20,000 രൂപ. നമ്മുടെ ഇൻഫ്ലേഷൻ നമ്മുടെ സമ്പാദ്യത്തെ തിന്നു തീർക്കുന്ന ഒരു ഘട്ടത്തെ നമ്മളെപ്പോഴും ഒരു കാര്യം വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായിട്ട് ലിങ്ക് ചെയ്താണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലേഷൻ ഈസ് added to the cost of the project, so the asset, so that the difference is only taxed. ഇപ്പോൾ ഇൻഫ്ലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വർധനവിന് ടാക്സ് കൊടുക്കുന്നതിൽ നീതീകരണം ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഒരു ഇവരുടെ 100 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് NREGC പ്രകാരമുള്ള അതിന് അവരൊരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടിസ്ഥാന ഒഴിവ് അല്ലെങ്കിൽ ഈ 80C അല്ലെങ്കിൽ 80CCCC അങ്ങനെയുള്ള 1 ലക്ഷം രൂപയുടെ സേവിങ്സ് പൊട്ടൻഷ്യൽ എല്ലാം ഇൻഫ്ലേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ടൊരു കൺസ്യൂമർ പ്രൈസുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബജറ്റ് അദ്ദേഹത്തിന് കൊണ്ടുവരാമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ 3 താങ്കളുടെ മേഖലയിൽ നിന്നുള്ള 3 പേര് ഇരിപ്പുണ്ട്. ശ്രീ വിവേക്, കുറച്ചുകൂടി പ്രത്യേകിച്ചും സർവീസ് ടാക്സിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മുടെ എയർ ഫെയറുകളെല്ലാം വർദ്ധിക്കുന്ന രീതിയിൽ ഒരു വർധന വരുത്തിയിട്ടുണ്ട്. ഒരു ബ്ലീഡ് ചെയ്യുന്ന സെക്ടറാണ് ഈ വ്യോമയാനം. അപ്പോൾ ആ ഒരു നീക്കം അത് എത്രത്തോളം ഫലം ചെയ്യും? ഇപ്പോൾ ഒരു എയർ ട്രാവലിന് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു 50 രൂപ കൂടുതൽ ഡൊമസ്റ്റിക് ട്രാവലിനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാവലിനൊരു 250 രൂപ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് വലിയൊരു വ്യത്യാസം